ചൂട് എടുക്കാൻ പോകുന്നത് വേർക്കാൻ പോകുന്നതൊക്കെ മറ്റു പക്ഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഈസി വാക്ക് ഓവറാണ്. ഷൗക്കത്താക്ക എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിൻ്റെ ഒരു മുത്താണ്. എൻ്റെ നിലപാട് നോക്കുകയാണെങ്കിൽ ഒരു 15,000 വോട്ടിൻ്റെ ലീഡ് എന്തായാലും സാറിന് ഉണ്ടാവുന്നതാണ് എൻ്റെ നിഗമനം. ഇവിടെ നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതായത് ഈ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനുള്ള ഒരു തിരിച്ചടി അടുത്ത നിയമസഭാ ഇലക്ഷന് മുൻപ് തന്നെ ജനങ്ങൾ കൊടുക്കുന്നു. ഷൗക്കത്ത് കൊണ്ടുപോകും, അത് ഷുവറാ. സാർ, ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് പക്ഷത്തിനോട്, അതായത് ആര്യടൻ ഷൗക്കത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം എങ്ങനെയാണ് സാറിന്? തെരഞ്ഞെടുപ്പ് ചൂടില്ല, നല്ല മഴയല്ലേ, ഇപ്പം നല്ല കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല. ചൂട് എടുക്കാൻ പോകുന്നത് വേർക്കാൻ പോകുന്നതൊക്കെ മറ്റു പക്ഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഈസി വാക്ക് ഓവറാണ്. വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. നിലമ്പൂരിലെ മണ്ണും മനസ്സും ആര്യടൻ ഷൗക്കത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം മണ്ണിൻ്റെ മകനാണ്. ഈ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള, ദീർഘകാലമായി പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്കൊക്കെ കേരളത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയ്ക്ക് കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. അതിൻ്റെയൊക്കെ ആനുകൂല്യം ശ്രീ ആര്യടൻ ഷൗക്കത്തിനുണ്ടാവും. പ്രത്യേകിച്ച് നിലവിലിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിലെമ്പാടും അലയടിക്കുന്നത് നിലമ്പൂരിൽ അതിശക്തമായിട്ട് പ്രതിഫലിക്കും. ഞങ്ങൾക്ക് അൻവറിനായിട്ട് യാതൊരു വെല്ലുവിളിയില്ല. പിന്നെ സുരാജ് എന്ന് പറഞ്ഞാൽ വടകര ടീച്ചറെ കൊടുത്തിട്ടതിനേക്കാളും വലിയൊരു സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജിനെ ഞങ്ങൾ കാണില്ല. സ്വരാജ് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല അനുകൂലകരമായൊരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത്. ഈ ട്രെൻഡ് ഏറ്റവും കുറഞ്ഞത് 20,000-ന് മേലെ ഞങ്ങളിവിടെ വിജയം നേടും UDF. പിന്നെ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തുറന്നിട്ട വാതിലാണത്. അദ്ദേഹത്തിൻ്റെ വാതിൽ അടക്കപ്പെടാറില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരുപാട് കാലം ഇവിടെ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഈ നാട്ടിൽ ഒരുപാട് വികസനം കൊടുന്നൊരു നാടാണിത്. പിന്നെ ഈ അതിലിടയ്ക്ക് വന്ന പാർട്ടികളാണ് ഇവർ. സുരാജ് എന്ന് പറഞ്ഞാൽ എറണാകുളം നോക്കുമ്പോൾ ഞാൻ എറണാകുളത്തുകാരനാണ്, ഇവിടെ നോക്കുമ്പോൾ നിലമ്പൂക്കാരനാണ്. മൂപ്പരിക്കൊരു വ്യക്തതയില്ല, ഒന്നിനും വ്യക്തത ഇല്ലാത്തൊരു രാഷ്ട്രീയം. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല വിജയം ഞങ്ങൾ ഈ ആദിവാസി കോളനിയിലൊക്കെ ഞങ്ങൾ പോയപ്പം ഷൗക്കത്തിന് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ MLA ആയാലും മൂപ്പരത്ത് പ്രതിപക്ഷത്തായാലും മൂപ്പർ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നും ചെയ്തുകൊണ്ടിരിക്കും. അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു പേടി സ്വപ്നമായിട്ട് അവരെ കണ്ടിട്ടില്ല. പള്ളിച്ചൂടെ നമ്മൾ ആര്യടൻ ഷൗക്കത്തിനാണ്. കാരണം ഞങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കുന്നൊരു ആരാധകനാണ് മൂപ്പര്. ഈ അൻവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഭരണം കിട്ടിയിട്ട് ഒന്നും നിലമ്പൂരിന് വേണ്ടി ചെയ്തിട്ടില്ല. പാവപ്പെട്ടവരൊക്കെ നോക്കിയേ, പാവപ്പെട്ടവരൊക്കെ കണ്ണ് കാണുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മളവരെ കണ്ണ് കാണുന്നത്? നമുക്ക് എപ്പോഴും കയറി ചെന്ന് ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഷൗക്കത്താക്കാനോടാണ്. നമ്മൾ എത്ര നട്ടപ്പാതിരക്കാണെങ്കിൽ ആ വാതിൽ ഞങ്ങൾക്ക് തുറന്നു കിടക്കുകയാണ്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറയാം. ഷൗക്കത്താക്ക എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിൻ്റെ ഒരു മുത്താണ്. അൻവർ ഇപ്പോൾ കണ്ടു നിങ്ങൾ അൻവറിൻ്റെ വർത്തനം പറഞ്ഞിട്ട് അൻവറിൻ്റെ ഓടി കയറി. നമ്മളാരും കയറിയതല്ല, പടച്ചോൻ കയറിപ്പിച്ചാണത്. കഴിഞ്ഞ ഇലക്ഷനിൽ മൂപ്പര് നിന്നു. 8 വർഷമായിട്ട് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. നിലമ്പൂരിനും വേണ്ടി ഒന്നും ചെയ്തില്ല മൂപ്പര്. ജനപ്രതിനിധി എന്നുള്ളതിൽ നോക്കിക്കാണുന്ന ആര്യടൻ ഷൗക്കത്ത് സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ സാറിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു. സാറിനെ പറ്റിയെക്കാട്ടും അതിലും കൂടുതലായിട്ട് അറിയുന്നത് ആര്യടൻ സാറിനെ പറ്റിയിട്ടാണ്. അപ്പം സാറിൻ്റെ മകൻ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും അപ്പം അതിൻ്റെയൊക്കെ സ്നേഹം വരെ എന്തായാലും കൊടുക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്തിന് തന്നെയാണ് വിജയസാധ്യത. തീർച്ചയായിട്ടും എൻ്റെ നിലപാട് നോക്കുകയാണെങ്കിൽ ഒരു 15,000 വോട്ടിൻ്റെ ലീഡ് എന്തായാലും സാറിന് ഉണ്ടാവുന്നതാണ് എൻ്റെ നിഗമനം. സ്ഥാനാർത്ഥികൾ 3 പേരും കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളുടെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെ. പക്ഷേ ഒന്നും കൂടെ മുൻതൂക്കം ആര്യടൻ ഷൗക്കത്തിനാണ്. ആര്യടൻ ഷൗക്കത്ത് ഈ നാട്ടിലെ വാപ്പുട്ടിക്കാണ്. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ആര്യടൻ ഷൗക്കത്തിനെ അറിയാം. ഞങ്ങൾ സുൽത്താൻ ബത്തേരിയുള്ള ആളുകളാണ്. ഞങ്ങൾ ഈ ഇലക്ഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പിന്നെ 163-ാം ബൂത്തിൽ ഞങ്ങൾക്ക് ചാർജ് തന്നിരുന്നു. പോത്തുകല്ല് അല്ലേ, പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ചാർജ് തന്നിരുന്നു. ഞങ്ങളവിടെ പോയ സമയത്ത് ഓരോ വീടുകളിൽ കയറുമ്പോൾ ആ ആര്യടൻ ഷൗക്കത്തിനോടുള്ള അവരുടെ ബന്ധം, അവരുടെ സ്നേഹം, ഈ പാർട്ടിയോടുള്ള കൂറും ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞ ആളുകളാണ്.
അപ്പോൾ ഇവിടെ ആര്യടൻ ഷൗക്കത്ത് ഒരു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഞങ്ങളും സാധാരണക്കാരും നേതാക്കളും. ഞങ്ങൾക്ക് ചാർജ് തന്ന ഒരു ബൂത്തിൽ സ്ഥിരമായിട്ട് CPM-ൻ്റെ 3-ാം ടൈമായിട്ട് CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ വാർഡിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഉള്ള ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ബാപ്പുട്ടിക്കാക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുക. ആര്യടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. നിലമ്പൂർ ജനാധിപത്യ സ്ഥാനാർത്ഥി ഷൗക്കത്ത് കൊണ്ടുപോകും, അത് ഷുവറാണ്. അത് ഈ പാർട്ടിക്കാരനായിട്ട് പറയല്ല, മൊത്തം ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അസസ്മെൻറ്റിൽ നമ്മൾ പറയുന്ന ജനങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിനല്ല, മുന്നണി ജയിക്കണം, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ബാവുട്ടി നിൽക്കുന്നത്. ബാവുട്ടിൻ്റെ വ്യക്തിപരമായ നാടാണ് ഈ മണ്ണാണ്. ആ ബന്ധങ്ങൾക്ക് പുറമെ മൊത്തം ഇവിടെയുള്ള UDF-ൻ്റെ പ്രവർത്തകർ ഒരു മുന്നണി ജയിക്കണം. മുന്നണി 9 കൊല്ലത്തെ ഈ ഭരണം മാറ്റിയെടുത്ത് അത് നിഷ്പക്ഷരായ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ മാനദണ്ഡം. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും മുനിസിപ്പൽ ചെയർമാനായിട്ടൊക്കെ ഇവിടെ മുന്നോട്ട് വെച്ച നൂതനമായിട്ടുള്ള പല ആശയങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിരുന്നുകാരനെ പോലെ നിലമ്പൂരുകാരനെന്ന് അവകാശപ്പെടുകയും എറണാകുളത്ത് താമസിക്കുകയും ചെയ്യുന്ന ഒരാളൊരു വിരുന്നുകാരനെ പോലെ വരുന്ന ഒരാളല്ല. നിലമ്പൂരിൻ്റെ സാധാരണക്കാരുടെ ജീവിതത്തിനിടയിൽ സാധാരണക്കാരുടെ സാമൂഹ്യ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുകയും അതിനുവേണ്ട നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആര്യടൻ ഷൗക്കത്ത് ബഹുഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ച് കയറുമെന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമുണ്ട്. UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് UDF-ല്ലേ തീരുമാനിക്കുക. UDF-ൻ്റെ സ്ഥാനാർത്ഥി അൻവർ തീരുമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ UDF-നെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അവിടെയാണ് അതിൻ്റെ പരാജയം ഉണ്ടായത്, പ്രയാസം നേരിട്ട്. അത് അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ വഴിതെറ്റിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെയാണ് അദ്ദേഹത്തിന് വഴിവെച്ചു പോയത്. എന്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അൻവർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതൊരു കാരണവശാലും ഒരു വെല്ലുവിളി ആവുന്നില്ല അല്ലേ തെരഞ്ഞെടുപ്പിൽ? അതൊരു വെല്ലുവിളിയായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ അൻവർ നിലവിലിപ്പോൾ ഈ ഇലക്ഷനിലൊരു ഫാക്ടറല്ല. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാണ് ശക്തമായി നടക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആര്യടൻ ഷൗക്കത്ത്. ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ അംഗീകാരം നേടുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹം നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹം ഏറ്റവും നല്ല നഗരസഭാ ചെയർമാൻ എന്നുള്ള ഖ്യാതി നേടി. അദ്ദേഹം എല്ലാ രംഗങ്ങളിലും, കലാ സാംസ്കാരിക രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലും മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ വളരെയധികം കഴിവ് തെളിയിച്ച നല്ലൊരു കാൻഡിഡേറ്റാണ് നിലമ്പൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ബാപ്പുട്ടിക്കയാണ് എന്ന് വിളിക്കുന്ന, ഓമനപ്പേരിൽ വിളിക്കുന്നൊരു ഏറ്റവും സുഹൃത്ത് എന്നുള്ള കുടുംബാംഗം എന്നുള്ള രീതിയിലൊരു കാൻഡിഡേറ്റാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് ഇവിടുത്തെ നിലമ്പൂരിലെ ജനത, ഈ ഏറനാട്ടിലെ ജനത നെഞ്ചേറ്റി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് വോട്ട് എത്ര എന്നുള്ളത് മാത്രമേ എണ്ണേണ്ട കാര്യമുള്ളൂ. 25,000-ന് മേലെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു കയറി. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ നമുക്കറിയാം, ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലെല്ലാം UDF-ന് നല്ല ആധിപത്യമുള്ള മേഖലയാണ്. പിന്നെ ആര്യടൻ ഷൗക്കത്ത് ഇവിടെ ഒരു പ്രിയപ്പെട്ട നേതാവായിട്ടും വന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു 10-35 വർഷക്കാലം നിലമ്പൂരിനെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ മറ്റുള്ള സംഘടനകൾ, ഇപ്പോൾ നമ്മുടെ ഘടകകക്ഷികളായ ലീഗൊക്കെ നല്ല ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നിലമ്പൂർ. അപ്പോൾ 7 പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വ്യക്തികളെക്കാൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കിയ പിണറായി വിജയനിൽ നിന്നും ഈ ഗവൺമെൻറ് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ലാസ്റ്റ് ലാപ്പാണ് അത്. നമ്മുടെ ഈ ഏറനാടൻ മണ്ണിലെ നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും. ബാക്കി എല്ലാം അപ്രസക്തമാണ്. പിണറായി സർക്കാരിന് ഉള്ള ഏറ്റവും വലിയ 100-100 അടിയാണിത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? കാരണം
ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥിതിയിലേക്കാണ് പോകുന്നത്. മൂന്നാളും, അതായത് ഇപ്പോൾ അൻവർ അടക്കം വരുന്ന 3 സ്ഥാനാർത്ഥികളും BJPയുടെ ഉൾപ്പെടെയുണ്ട്. എന്നാൽ പോലും എടുത്തു പറയുന്ന മൂന്നാളും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഒരു ഇഞ്ചോടിഞ്ച് എന്നുള്ള പോരാട്ടമൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതായത് ഈ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനുള്ള ഒരു തിരിച്ചടി അടുത്ത നിയമസഭാ ഇലക്ഷന് മുൻപ് തന്നെ ജനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അത് വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ബാപ്പുട്ടിക്ക, അതായത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും, ഉറപ്പാണ്. അതിൽ മറ്റു വരുന്ന ഒരു സ്ഥാനാർത്ഥികളും ഒരു വെല്ലുവിളി പോലും അല്ല. ഒരു വെല്ലുവിളിയല്ല. കാരണം ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും, അതായത് താഴെ തട്ടിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന നേതാവാണ്. അതുപോലെ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്തിലായാലും ഉരുൾപൊട്ടലിൻ്റെ സമയത്തിലായാലും അദ്ദേഹം ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ കൂടെ നിന്ന ഒരു നേതാവാണ്.